ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണത്തിൽ ഗൂഢാലോചന അന്വേഷിക്കുമെന്ന് സുപ്രീംകോടതി. ആരോപണം ഉന്നയിച്ച അഭിഭാഷകൻ ഉത്സവ് ബെയിൽസ് കോടതിയിൽ മുദ്രവെച്ച കവറിൽ കൂടുതൽ വിവരങ്ങൾ നൽകി. ബെയിൽസ് നൽകിയ സത്യവാങ്മൂലത്തിന് നേരെ കണ്ണടച്ചാൽ രാജ്യത്തിന് സുപ്രീംകോടതിയിലുള്ള വിശ്വാസം നഷ്ടമാകുമെന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര വ്യക്തമാക്കി. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ഉണ്ണി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ചീഫ് ജസ്റ്റിസിനെ ലൈംഗിക ആരോപണത്തിൽ കൊടുക്കാൻ ഗൂഢാലോചന നടന്നുവെന്നാണ് അഡ്വക്കേറ്റ് ഉത്സവ് ബെയിൻസ് ആരോപണം ഉന്നയിച്ചിരുന്നത്. ഈ വിഷയത്തിലാണ് സുപ്രീം കോടതി ഇപ്പോൾ വാദം തുടരുന്നത്. ഉത്സവ് ബെയിൻ ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കേസ് വീണ്ടും പരിഗണിച്ചപ്പോഴും മറ്റൊരു മുദ്രവെച്ച കവർ സുപ്രീം കോടതിക്ക് കൈമാറി. രണ്ടാമത്തെ കവറാണ് കൈമാറുന്നത്. രാവിലെ ഈ കേസിൽ മുദ്രവെച്ച കവറിൽ കൂടുതൽ തെളിവുകൾ കൈമാറിയിരുന്നതായി ഉത്സവ് ബെയിൻസ് പറഞ്ഞിരുന്നു. CCTV ദൃശ്യങ്ങളൊക്കെ സഹിതം. അതിന് പുറമെയാണ് ഈ കവർ കൂടി നൽകിയിരിക്കുന്നത്. അത് പരിശോധിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞത് ഈ നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ കോടതിയുമായി ബന്ധപ്പെട്ട നിർണായകമായ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. സുപ്രീം കോടതി കേന്ദ്രീകരിച്ചുകൊണ്ട് ജഡ്ജിമാരെ സ്വാധീനിക്കാനും കേസുകളിൽ അനുകൂല വിധി സമ്പാദിക്കാനുമായി പ്രവർത്തിക്കുന്ന ആൾക്കാരെ പറ്റിയാണ് ആരോപണങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. മറ്റ് ചീഫ് ജസ്റ്റിസുമാരെ പോലെയല്ല നിലവിലെ ചീഫ് ജസ്റ്റിസ് ഇക്കാര്യങ്ങൾ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. അതുകൊണ്ട് ഇതേപ്പറ്റി അന്വേഷണം നടത്തേണ്ട സാഹചര്യമുണ്ട് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അന്വേഷണം നടത്താതെ കണ്ണടച്ചാൽ രാജ്യത്തിന് കോടതിയിലുള്ള വിശ്വാസം നഷ്ടമാകും. ജഡ്ജിമാർക്ക് മാത്രമല്ല സുപ്രീം കോടതിക്ക് പോലും അതിജീവിക്കാനാകില്ല ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ കോടതി തന്നെ നൽകിയിരിക്കുന്ന സൂചന പ്രകാരം വിവിധ ഏജൻസികൾ അടങ്ങുന്ന ഒരു സംഘം, പ്രത്യേക സംഘം കോടതിയുടെ മേൽനോട്ടത്തിൽ ചീഫ് ജസ്റ്റിസിനെ കൊടുക്കാൻ ഗൂഢാലോചന നടന്നു എന്ന ഒരു അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള സാധ്യതയാണുള്ളത്. ഒരുപക്ഷെ ഇന്ന് ആ ഉത്തരവ് ഉണ്ടായിരിക്കില്ല. നാളെ കൂടുതൽ വാദം കേട്ടതിന് ശേഷമായിരിക്കും ആ ഉത്തരവ് ഇറക്കുക. അതേസമയം അറ്റോർണി ജനറലും ഉത്സവ് ബെയിൻസ് പറയുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായും വിശ്വാസ്യതയുണ്ടോ എന്നതിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗ് പറഞ്ഞത് ചീഫ് ജസ്റ്റിസിനെതിരെ ഉയർന്നിരിക്കുന്ന ലൈംഗിക ആരോപണങ്ങളിലും സുപ്രീം കോടതി അന്വേഷണം നടത്തണം. അത് ആഭ്യന്തര അന്വേഷണം മാത്രം പോരാ എന്നുള്ളതാണ്. ഉണ്ണി, ഇപ്പോഴത്തെ കോടതി നടപടികളിലൂടെ ഈ ആരോപണത്തെ അതിഗൗരവമായി സുപ്രീം കോടതി കാണുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ഇതിൽ ഒരേ സ്വരത്തിലാണോ അതുമായി ബന്ധപ്പെട്ടവരെല്ലാം? അതിൽ തന്നെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇന്ദിരാ ജയ്സിംഗിനെ പോലുള്ള അഭിഭാഷകർ ഇന്ന് കോടതിയിൽ ഹാജരായി പറഞ്ഞത് ഇത് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന വിഷയമാണെന്നൊക്കെ പറയുമ്പോഴും ഈ ചീഫ് ജസ്റ്റിസിനെ കൊടുക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന ആരോപണം ഉന്നയിക്കുന്ന ആൾക്ക് എന്ത് വിശ്വാസ്യതയാണുള്ളത്? അയാളോട് കൃത്യമായി അയാളുടെ വിശ്വാസ്യത വ്യക്തമാക്കിക്കൊണ്ടും അയാളുടെ പശ്ചാത്തലം വ്യക്തമാക്കിക്കൊണ്ടും സത്യവാങ്മൂലം നൽകാൻ ആവശ്യപ്പെടണം എന്നുള്ളതാണ്. അല്ലാതെ അയാൾ പറയുന്ന ആരോപണങ്ങളെ കണ്ണടച്ച് കോടതി വിശ്വസിച്ച് അന്വേഷണം പ്രഖ്യാപിക്കേണ്ട സാഹചര്യമില്ല. മാത്രമല്ല ചീഫ് ജസ്റ്റിസിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തെ പറ്റിയാണ് ആദ്യം വിശദമായി അന്വേഷിക്കേണ്ടതെന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ഏതായാലും സുപ്രീം കോടതി ഇപ്പോൾ ബെയിൻസിനോട് പുതിയൊരു സത്യവാങ്മൂലം കൂടി നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നൽകിയിരിക്കുന്ന തെളിവുകളൊക്കെ തന്നെ സാധൂകരിച്ചുകൊണ്ടൊരു സത്യവാങ്മൂലം നൽകാൻ നാളെ രാവിലെ 10:30 ആ സത്യവാങ്മൂലം സഹിതം കോടതി കേസ് പരിഗണിക്കും. ഒരുപക്ഷെ നാളെ ആയിരിക്കും ചീഫ് ജസ്റ്റിസിനെ കൊടുക്കാൻ ഗൂഢാലോചന നടന്നു എന്ന ആരോപണത്തിൽ പ്രത്യേക സംഘത്തെ അന്വേഷണത്തിനായി നിയമിച്ചുകൊണ്ട് സുപ്രീം കോടതി അങ്ങനെയെങ്കിൽ ഉത്തരവിറക്കുക. രേണുക. എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ.